വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിലുള്ള മെറ്റബോളിക് വേസ്റ്റുകളുടെ എലിമിനേഷൻ, അത് ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ആ എലിമിനേഷൻ്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്നും വരുന്ന എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകളാണ് അമിനോ ആസിഡ്, യൂറിയ, യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് അമോണിയ. ഇതെല്ലാമാണ് എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റുകളായിട്ട് വരുന്നത്. സം mollusks and echinoderms excrete waste product from the body in the form of amino acid. ചില മൊളസ്കുകളും അതുപോലെ തന്നെ എക്കിനോഡേംസും ഒക്കെ അവരുടെ ശരീരത്തിൽ നിന്നും വേസ്റ്റ് പ്രൊഡക്റ്റുകളെ അമിനോ ആസിഡിൻ്റെ രൂപത്തിലാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അമോണിയ is the primary excretory product in animals. It is derived from the protein present in the food we eat. അപ്പോൾ അമോണിയയാണ് നമ്മളുടെ എനിമൽസിൽ, നമ്മളിൽ മാത്രമല്ല എനിമൽസിൽ ഒരു പ്രൈമറി എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നും ഉണ്ടാവുന്ന ആ ഫുഡിൽ ഉള്ള പ്രോട്ടീനിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ടോക്സിക് നൈട്രോജനസ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റഡ് ബൈ ഡിഫ്യൂഷൻ ബൈ മോസ്റ്റ് ഓഫ് ദ ആംഫീബിയൻ ആൻഡ് അക്വാറ്റിക് എനിമൽസ്. അപ്പോൾ എന്താണ്, ഒരു ടോക്സിക് ആയിട്ടുള്ള നൈട്രോജനസ് വേസ്റ്റ് ആണ് ഈ ഒരു അമോണിയ എന്ന് പറയുന്നത്. അത് ഡിഫ്യൂഷൻ വഴിയാണ് ഒട്ടുമിക്ക ആംഫീബിയൻസിലും അതുപോലെ തന്നെ അക്വാറ്റിക് എനിമൽസിൽ നിന്നും അത് എക്സ്ക്രീറ്റഡ് ആവുന്നത്. Animals accumulate ammonia, urea, uric acid, carbon dioxide, water and ions like Na positive, K positive, Cl minus, phosphate, sulfate, etc. either by metabolic activities or by other means like excess ingestion. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഒരു അമോണിയയും അതുപോലെ തന്നെ യൂറിക് ആസിഡ്, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, പിന്നെ Na പോസിറ്റീവ്, K പോസിറ്റീവ്, Cl മൈനസ്, ഫോസ്ഫേറ്റ്, സൾഫേറ്റ് പോലുള്ള മിനറൽ അയോൺസ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് മെറ്റബോളിക് ആക്ടിവിറ്റീസ് വഴിയോ അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഇൻജക്ഷൻ വഴിയോ ആണ്. റിമൂവൽ ഓഫ് വേസ്റ്റ് പ്രൊഡക്റ്റ് ഫ്രം ദ ബോഡി ഈസ് കോൾഡ് എക്സ്ക്രീഷൻ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ നമ്മുടെ ബോഡിയിൽ നിന്നും റിമൂവ് ചെയ്യുന്ന അതിനെയാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. Humans, the excretory system consists of a pair of kidney, one pair of ureter, a urinary bladder and urethra. അപ്പോൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്നത് ഒരു പെയർ ഓഫ് കിഡ്നി ഉണ്ടായിരിക്കും, വൺ പെയർ ഓഫ് യുറേത്ര ഉണ്ടായിരിക്കും, അതുപോലെ യൂറിനറി ബ്ലാഡർ, യുറേത്ര, ഇതെല്ലാമാണ് നമ്മുടെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ വരുന്നത്. ഇനി നമുക്ക് പാർട്സ് ഓഫ് ഹ്യൂമൻ കിഡ്നി നോക്കാം. കിഡ്നി എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ടുള്ള ബീൻ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയായിരിക്കും? ഒരു ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രേ ക്ലോസ് ടു ദ ഡോർസൽ ഇന്നർ വോൾ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി ആയിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അവിടെയാണ്. ഈച്ച് കിഡ്നി ഓഫ് എൻ അഡൾട്ട് ഹ്യൂമൻ മെഷേഴ്സ് 10 to 12 centimeter in length, 5 to 7 centimeter in width and 2 to 3 centimeter in thickness with an average weight of 120 to 170 gram. അപ്പോൾ എന്താണ്, ഒരു അഡൾട്ട് ഹ്യൂമൺ ആണെങ്കിൽ അയാളിൽ ആ ഒരു ഓരോ കിഡ്നിയുടെയും വലുപ്പം എന്ന് പറയുന്നത് ഒരു 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടായിരിക്കും അതിന്. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 to 7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 2 to 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ആവറേജ് വെയിറ്റ് വരുന്നത് 120 to 170 gram ആണ്. Towards the center of the inner concave surface of the kidney is a notch called hilum. The blood vessels, lymph vessels, nerves and ureter enter into or exit from the kidney via hilus. അപ്പോൾ ഹൈലസ് വഴിയാണ് കിഡ്നിയിലോട്ട് ഈ ഒരു ബ്ലഡ് വെസൽസ്, ലിംഫ് വെസൽസ്, നെർവ്സ്, യുറേറ്റർ ഇതെല്ലാം എൻ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നതും. ഇന്നർ ടു ദ ഹൈലം ഈസ് എ ബ്രോഡ് ഫണൽ ഷേപ്ഡ് സ്പേസ്. അതിനെയാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. അതിനൊരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും, ആ പ്രൊജക്ഷനെ കാലിസസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ്, ഒരു ഹൈലത്തിൻ്റെ ഇന്നറിലോട്ടായിട്ട് ഒരു ബ്രോഡ് ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. അതാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്, വിത്ത് പ്രൊജക്ഷൻസ് കോൾഡ് കാലിസസ്. ഇൻസൈഡ് ദ കിഡ്നി ദർ ആർ 2 zones,
ആൻ ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ആൻ ഇന്നർ മെഡുല. അപ്പോൾ കിഡ്നിയുടെ ഉള്ളിലായിട്ട് 2 സോണുകളാണ് ഉള്ളത്. ഒരു ഔട്ടർ ആയിട്ടുള്ള കോർട്ടെക്സും ഉണ്ടായിരിക്കും, ഇന്നർ ആയിട്ടൊരു മെഡുലയും ഉണ്ടായിരിക്കും. ദ മെഡുല ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ഫ്യൂ കോണിക്കൽ മാസസ്, മെഡുലറി പിരമിഡ്സ് എന്ന് നമുക്ക് അതിനെ പറയാം, പ്രൊജക്റ്റിംഗ് ഇൻ ടു ദ കാലിസസ്. അപ്പോൾ കാലിസസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു കോണിക്കൽ മാസസ് എന്തുണ്ടായിരിക്കും, മാസസ് ആയിട്ട് ഈ ഒരു മെഡുല ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് നമ്മൾ മെഡുലറി പിരമിഡ്സ് എന്ന് പറയുന്നു. ഇനി കാലിസസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആയിട്ടാണ് വരുന്നത്, 2 എണ്ണത്തിനൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സിംഗുലർ ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കാലിക്സ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കാലിക്സ് എന്നാണ് പറയുന്നത്. Each kidney has got about 8 minor calyx and 2 to 3 major calyx. 8 മൈനർ കാലിക്സും അതുപോലെ 2 to 3 മേജർ കാലിക്സുമാണ് ഓരോ കിഡ്നിക്കും ഉണ്ടായിരിക്കുക. The cortex extend in between the medullary pyramids as renal columns called columns of Botany. അപ്പോൾ എന്താ പറയുന്നത്, ഈ കോർട്ടെക്സ് അതായത് മെഡുലറി പിരമിഡ്സിന് ഇടയിലുള്ള ഈ ഒരു കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ആസ് റീനൽ കോളമായിട്ടാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതിനെ കോളം ഓഫ് ബോത്തനി എന്ന് പറയുന്നു. ഈച്ച് കിഡ്നി ഹാസ് നിയർലി 1 million കോംപ്ലക്സ് ട്യൂബുലർ സ്ട്രക്ചേഴ്സ് കോൾഡ് നെഫ്രോൺസ്. ഓരോ കിഡ്നിക്കും നിയർലി ഒരു 1 million കോംപ്ലക്സ് ആയിട്ടുള്ള ട്യൂബുലർ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതിനെ നെഫ്രോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓരോ നെഫ്രോൺസിനും 2 പാർട്സ് ആണുള്ളത്. അതാണ് ഗ്ലോമറുലസ് ആൻഡ് ദ റീനൽ ട്യൂബ്യൂൾ. അപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ടായിരിക്കും, റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഒരു പാർട്ടും ഉണ്ടായിരിക്കും. ഗ്ലോമറുലസ് ഈസ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഫോംഡ് ബൈ ദ എഫറൻറ്റ് ആർട്ടീരിയോൾ, എ ഫൈൻ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി. അപ്പോൾ എന്താണ് അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ അത് റീനൽ ആർട്ടറിയുടെ ഒരു ഫൈൻ ബ്രാഞ്ചാണ് ഈ ഒരു അഫറൻറ്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ടഫ് ഓഫ് കാപ്പിലറീസ് ആണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. ബ്ലഡ് ഫ്രം ദ ഗ്ലോമറുലസ് ഈസ് ക്യാരീഡ് എവേ ബൈ ആൻ എഫറൻറ്റ് ആർട്ടീരിയോൾ. Renal tubules begins with a double-walled cup-like structures called Bowman's capsule, which encloses the glomerulus. ഈ റീനൽ ട്യൂബ്യൂൾസ് ബിഗെയിൻ ചെയ്യുന്നത് ഒരു ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചറിൽ നിന്നാണ്. അതിനെ നമ്മൾ ബൗമാൻസ് ക്യാപ്സ്യൂൾ എന്നാണ് വിളിക്കുന്നത്. വിച്ച് എൻക്ലോസസ് ദ ഗ്ലോമറുലസ്. അത് ഗ്ലോമറുലസിനെ എൻക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലോമറുലസ് അലോങ് വിത്ത് ബൗമാൻസ് ക്യാപ്സ്യൂൾ ഈസ് കോൾഡ് മാൽപീജിയൻ ബോഡി ഓർ റീനൽ ക്യാപ്സ്യൂൾ. ഗ്ലോമറുലസും അതുപോലെ തന്നെ ബൗമാൻസ് ക്യാപ്സ്യൂളും ചേർന്നതാണ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പിക്ചർ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുണ്ട്. അഫറൻറ്റ് ആർട്ടീരിയോൾ ഉണ്ട്, അതുപോലെ തന്നെ എഫറൻറ്റ് ആർട്ടീരിയോളും ഉണ്ട്. ദെൻ ബൗമാൻസ് ക്യാപ്സ്യൂളും ഉണ്ട്, ഗ്ലോമറുലസ് ഉണ്ട്, അതിന് കവർ ചെയ്തിട്ട് ബൗമാൻസ് ക്യാപ്സ്യൂൾ നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും ചേർന്നതാണ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. റീനൽ ട്യൂബ്യൂൾ കൺസിസ്റ്റ് ഓഫ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ലൂപ്പ് ഓഫ് ഹെൻലീസ് ആൻഡ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അപ്പോൾ റീനൽ ട്യൂബ്യൂളിൽ 3 ഭാഗങ്ങളാണ് പറയുന്നത്. റീനൽ ട്യൂബ്യൂളിൽ വരുന്ന 3 എണ്ണമാണ് ഈ ഒരു പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, സെക്കൻഡ് വൺ ലൂപ്പ് ഓഫ് ഹെൻലീസ് ആൻഡ് തേർഡ് വൺ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ദ ട്യൂബ്യൂൾ കണ്ടിന്യൂസ് ഫ്രം ബൗമാൻസ് ക്യാപ്സ്യൂൾ ടു ഫോം ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക്. അതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ PCT എന്ന് പറയുന്നത്. Then a hairpin shaped Henle's loop starts at the end of proximal tubule and ends at the beginning of distal tubule. Henle's loop എന്ന് പറയുന്നത് ഒരു ഹെയർപിൻ ഷേപ്ഡ് ആയിട്ടാണ് ഉള്ളത്. അത് പ്രോക്സിമൽ ട്യൂബ്യൂളിൻ്റെ എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഡിസ്റ്റൽ ട്യൂബ്യൂളിൻ്റെ ബിഗിനിങ്ങിൽ അത് എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ ദ അസെൻഡിങ് ലിംബ് കണ്ടിന്യൂസ് ആസ് അനദർ ഹൈലി കോയിൽഡ് ട്യൂബുലാർ റീജിയൻ. അതിനെ നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ DCT എന്ന് പറയുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് പ്രോക്സിമൽ ട്യൂബ്യൂൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ പ്രോക്സിമൽ ട്യൂബ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്, ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ്യൂൾ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആ ട്യൂബ്യൂളിനെയാണ് നമ്മൾ, അത് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കൂടിയാണ്. അപ്പോൾ അതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ പ്രോക്സിമൽ ട്യൂബ്യൂൾ എന്ന് പറയുന്നത്. ദെൻ ആ പ്രോക്സിമൽ ട്യൂബ്യൂളിൻ്റെ എൻഡിൽ നിന്നും ഈ ഒരു ഡിസ്റ്റൽ ട്യൂബ്യൂളിൻ്റെ
സ്റ്റാർട്ടിങ് വരെ വരുന്ന ആ ഒരു ഹെയർ പിൻ ഷേപ്ഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് പറയുന്നത്. ദെൻ അസെൻഡിങ് ലിംബ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു അനദർ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബുലർ റീജിയൻ ആയിരിക്കും. അതിന് നമ്മൾ ഡിസ്റ്റൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ ഇത് പിക്ചറിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. The DCT of many nephrons opens into a straight tube called collecting duct. The Malpighian corpuscle, PCT and DCT of nephron are situated in the cortical region of the kidney, whereas the loop of Henle dips into the medulla. ഒത്തിരി നെഫ്രോണുകളുടെ DCT ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് ട്യൂബിലോട്ടാണ്. ആ ട്യൂബിനെ നമ്മൾ കളക്റ്റിംഗ് ഡക്റ്റ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഈ മാൽപീജിയൻ കോർപ്പസ്കുളും അതുപോലെ തന്നെ മാൽപീജിയൻ കോർപ്പസ്കുൾ എന്ന് പറയുമ്പോൾ ഗ്ലോമറുലസും അതിനെ കവർ ചെയ്തിട്ട് കാണപ്പെടുന്ന ബൗമാൻസ് ക്യാപ്സ്യൂളും ചേർന്നതാണ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ കോർപ്പസ്കുൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാൽപീജിയൻ കോർപ്പസ്കുളും PCTയും അതുപോലെ DCTയും പ്രോക്സിമൽ ട്യൂബും അതുപോലെ തന്നെ DCTയും വരുന്നത് അല്ലെങ്കിൽ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കിഡ്നിയുടെ കോർട്ടിക്കൽ റീജിയനിലായിട്ടാണ്. പക്ഷേ നമ്മുടെ ലൂപ്പ് ഓഫ് ഹെൻലെ അല്ലെങ്കിൽ ഹെൻലേസ് ലൂപ്പ് എന്ന് പറയുന്നത് അത് ഡിപ്പ് ചെയ്തിരിക്കുന്നത് മെഡുല്ലയിലോട്ടാണ്. അതാണ് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഇൻ മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് ദ ലൂപ്പ് ഓഫ് ഹെൻലെ ഈസ് ടു ഷോർട്ട് ആൻഡ് എക്സ്റ്റെൻഡ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല്ല. സച്ച് നെഫ്രോൺസ് ആർ കോൾഡ് കോർട്ടിക്കൽ നെഫ്രോൺസ്. അപ്പോൾ കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ലെങ്കിൽ മെജോറിറ്റി നെഫ്രോണുകളിലും ഈ ഒരു ഹെൻലെ ലൂപ്സ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അത് ചെറുതായിട്ട് മാത്രമേ ഈ ഒരു മെഡുല്ലയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാണപ്പെടുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നെഫ്രോണുകളെയാണ് കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് വിളിക്കുന്നത്. In some of the nephrons, the loop of Henle is very long and runs deep into the medulla. These nephrons are called juxtamedullary നെഫ്രോൺസ്. അപ്പോൾ ചില നെഫ്രോൺസിലാണെങ്കിൽ ഈ ഒരു ലൂപ്പ് ഓഫ് ഹെൻലെ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അത് ഈ ഒരു മെഡുല്ലയുടെ ഉള്ളിലോട്ട് വളരെയധികം ഡീപ്പായിട്ട് തന്നെ പോകുന്നുണ്ട്. അത്തരത്തിലുള്ള നെഫ്രോൺസിനെയാണ് നമ്മൾ ജക്സ്റ്റാമെഡുലറി നെഫ്രോൺസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് പ്രോസസ് ഓഫ് യൂറിൻ ഫോർമേഷൻ ആണ്. അപ്പോൾ യൂറിൻ ഫോർമേഷൻ ഇൻവോൾവ്സ് 3 മെയിൻ പ്രോസസ്. 3 മെയിൻ പ്രോസസ്സുകളാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, സെക്കൻഡ് വൺ റീഅബ്സോർപ്ഷൻ, തേർഡ് വൺ സെക്രീഷൻ. ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ നെഫ്രോണിൻ്റെ പല ഭാഗത്തായിട്ടാണ് ഇത് നടക്കുന്നത്. ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ് വിച്ച് ഈസ് ക്യാരീഡ് ഔട്ട് ബൈ ഗ്ലോമറുലസ് ആൻഡ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഈ ഒരു ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഗ്ലോമറുലസ് ആണ്. സോ അതുകൊണ്ടാണ് അതിന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ എന്ന പേര് വന്നിട്ടുള്ളത്. On an average, 1100 to 1200 ml of blood is filtered by the kidney per minute, which constitutes roughly 1/5 of the blood pumped out by each ventricle of the heart in a minute. Filtration of blood through 3 layers. 3 ലെയേഴ്സിലൂടെയാണ് ഈ ഒരു ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ദാറ്റ് ഈസ് ദ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലർ ബ്ലഡ് വെസൽസ്, ദ എപ്പിത്തീലിയം ഓഫ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആൻഡ് എ ബേസ്മെൻറ്റ് മെംബ്രെയിൻ ബിറ്റ്വീൻ ദീസ് 2 ലെയേഴ്സ്. അപ്പോൾ ആ 3 ലെയേഴ്സ് ഏതൊക്കെയായിരുന്നു? എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലർ ബ്ലഡ് വെസൽസ്. അപ്പോൾ ഗ്ലോമറുലർ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയം, അതുപോലെ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയം, ദെൻ ഇതിന് രണ്ടിനും ഇടയിലായിട്ട് വരുന്ന ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ. അപ്പോൾ ഈ 3 ലെയേഴ്സിലൂടെയാണ് ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ദ എപ്പിത്തീലിയൽ സെൽ ഓഫ് ബൗമാൻസ് ക്യാപ്സ്യൂൾ കോൾഡ് പോഡോസൈറ്റ്സ്. അപ്പോൾ പോഡോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബൗമാൻസ് ക്യാപ്സ്യൂളിൻ്റെ എപ്പിത്തീലിയൽ സെൽസിനെയാണ് നമ്മൾ പോഡോസൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ബ്ലഡ് ഈസ് ഫിൽട്ടേർഡ് സോ ഫൈൻലി through the filtration slits post membrane that almost all the constituents of the plasma except the protein pass on to the lumen of the Bowman's capsule. Therefore, it is considered as a process of ultrafiltration. ബ്ലഡിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നത് ഈ ഒരു ഫിൽട്രേഷൻ സ്ലിറ്റിലൂടെ അല്ലെങ്കിൽ സ്ലിറ്റ് പോർ മെംബ്രെയിനിലൂടെയാണ്. അത് വളരെ നന്നായി തന്നെ അതിനെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്.
ഓൾമോസ്റ്റ് ഈ പ്ലാസ്മയിലത്തെ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട് എക്സെപ്റ്റ് ദ പ്രോട്ടീൻസ്. പ്രോട്ടീൻ ഒഴികെയുള്ള ബാക്കി എല്ലാതും ഈ ഒരു മെംബ്രെയിനിലൂടെ അത് കടന്നിട്ട് എവിടെ പോകുന്നുണ്ട്, ഈ ഒരു ബൗമാൻ ക്യാപ്സ്യൂളിൻ്റെ ലൂമണിലോട്ട് കടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിനെ അൾട്രാ ഫിൽട്രേഷനായിട്ടാണ്, അത്രയും ഒരു നല്ലൊരു ഫിൽട്രേഷനായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അൾട്രാ ഫിൽട്രേഷനായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. The amount of the filtrate formed by the kidney per minute is called glomerular filtration rate. അപ്പോൾ എന്താണ്, ഒരു മിനിറ്റിൽ ഈ കിഡ്നിയിൽ ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ എമൗണ്ടിനെ അതിനെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്, GFR എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു GFR എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ അതൊരു 125 ml/minute ആയിരിക്കും. ദാറ്റ് ഈസ് 180 ലിറ്റർ പെർ ഡേ. അങ്ങനെ അത്രയും ആണ് ഈ ഒരു GFR റേറ്റ് എന്ന് പറയുന്നത്. എ കമ്പാരിസൺ ഓഫ് ദ വോളിയം ഓഫ് ദ ഫിൽട്രേറ്റ് ഫോംഡ് പെർ ഡേ വിത്ത് ദാറ്റ് ഓഫ് ദ യൂറിൻ റിലീസ്ഡ് that 99% of the filtrate has to be reabsorbed by the renal tubule. This process is called reabsorption. അപ്പോൾ റീഅബ്സോർപ്ഷൻ എന്താ നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ അയാളിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 125 ml/minute ആണ് അവിടുത്തെ GFR റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പറയുകയാണെങ്കിൽ 1 day, ഒരു ദിവസം 180 ലിറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിൽട്രേറ്റ് ഫോം ചെയ്തിട്ടുള്ള ഫിൽട്രേറ്റിൻ്റെ വോളിയം പെർ ഡേ അത് നമ്മൾ യൂറിൻ റിലീസ്ഡുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ 99 ഓഫ് ദ ഫിൽട്രേറ്റ് എന്ന് പറയുന്നതും അത് റീനൽ ട്യൂബ്യൂളിൽ വെച്ചിട്ട് റീഅബ്സോർബ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ദ കിഡ്നീസ് ഹാവ് ബിൽറ്റ് ഇൻ മെക്കാനിസം ഫോർ ദ റെഗുലേഷൻ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. അപ്പോൾ എന്താണ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിൻ്റെ റെഗുലേഷനിൽ ഈ ഒരു കിഡ്നിക്ക് ഒരു ബിൽറ്റ് ഇൻ മെക്കാനിസം ഉണ്ട്. വൺ സച്ച് എഫിഷ്യൻറ്റ് മെക്കാനിസം ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ജെക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. JGA is a special sensitive region formed by cellular modification in the distal convoluted tubule and afferent arteriole at the location of their contact. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂള് അല്ലെങ്കിൽ ഡിസ്റ്റൽ ട്യൂബ്യൂള് അതും ഈ ഒരു അഫറൻറ്റ് ആർട്ടീരിയോളും വരുന്ന, അത് കോണ്ടാക്റ്റ് വരുന്ന ആ ഒരു ലൊക്കേഷനിൽ സെല്ലുലാർ മോഡിഫിക്കേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയനാണ് JGA എന്ന് പറയുന്നത്. സബ്സ്റ്റൻസ് ലൈക്ക് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, Na പോസിറ്റീവ് എക്സെട്ര ഇൻ ദ ഫിൽട്രേറ്റ് ആർ റീഅബ്സോർബ്ഡ് actively, whereas nitrogenous waste are absorbed by passive transport. അതായത് ഈ ഒരു അമിനോ ആസിഡ്, അതുപോലെ തന്നെ Na പോസിറ്റീവ്, സോഡിയം, ഗ്ലൂക്കോസ് പോലുള്ള സബ്സ്റ്റൻസുകൾ, ഈ ഫിൽട്രേറ്റിലുള്ള ഈ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു, റീഅബ്സോർബ്ഡ് ആവുന്നു. ആക്റ്റീവ്ലി അതിന് റീഅബ്സോർപ്ഷൻ നടക്കുന്നു. വെറാസ് നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പാസീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത്. റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഓൾസോ ഒക്കേഴ്സ് പാസീവ്ലി ഇൻ ദ ഇനീഷ്യൽ സെഗ്മെൻറ്റ് ഓഫ് ദ നെഫ്രോൺ. അപ്പോൾ നെഫ്രോണിൻ്റെ ഇനീഷ്യൽ സെഗ്മെൻറ്റിൽ വെച്ചിട്ട് ഈ ഒരു വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഓൾറെഡി അവിടെ നടക്കുന്നുണ്ട്. ഡ്യൂറിങ് യൂറിൻ ഫോർമേഷൻ ദ ട്യൂബുലാർ സെൽസ് സെക്രീറ്റ് സബ്സ്റ്റൻസസ് ലൈക്ക് HK and ammonia into the ഫിൽട്രേറ്റ്. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു യൂറിൻ ഫോർമേഷനിൽ ട്യൂബുലാർ സെൽസ് ഈ ഒരു HK and അമോണിയ പോലുള്ള സബ്സ്റ്റൻസുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫിൽട്രേറ്റിലോട്ട് സെക്രീറ്റ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മെയിൻ്റനൻസ് ഓഫ് അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസ് ഓഫ് ദ ബോഡി ഫ്ലൂയിഡ്. അപ്പോൾ ഇതെന്തിനു സഹായിക്കുന്നുണ്ട്, നമ്മുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ ആസിഡ് ബേസ് ബാലൻസിനെ അല്ലെങ്കിൽ അയോണിക് ആൻഡ് ആസിഡ് ബേസ് ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ട്യൂബ്യൂൾസ് ആണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ പ്രോക്സിമൽ ട്യൂബ്യൂൾ അതല്ലെങ്കിൽ PCTയുടെ ഫങ്ഷൻസ് നോക്കാം. ഈ ഒരു PCT എന്താണ്, PCTനെ ലൈൻ ചെയ്തിട്ട് ഒരു സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയം ഉണ്ടായിരിക്കും. അതാണ് ഈ ഒരു റീ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. ഇത് വരുന്ന അടുത്ത പോയിൻ്റ്, എസെൻഷ്യൽ ന്യൂട്രിയൻസ് ആൻഡ് 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ് ആൻഡ് വാട്ടർ ആർ റീഅബ്സോർബ്ഡ് ബൈ ദിസ് സെഗ്മെൻറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിലാണ് ഇത്രയും റീഅബ്സോർപ്ഷൻ നടക്കുന്നത്. PCT is also help to maintain the pH and ionic balance of the body fluid by selective secretion of hydrogen ion, ammonia and potassium ions into the filtrate and by absorption of
HCO3 ഫ്രം ഇറ്റ്. അപ്പോൾ എന്താ PCT എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡിൻ്റെ pH ആൻഡ് അയോണിക് ബാലൻസിന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഫിൽട്രേറ്റിലോട്ട് ഇവ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹൈഡ്രജൻ അയോൺ, അമോണിയ, അതുപോലെ പൊട്ടാസ്യം അയോൺസിനൊക്കെ സെലക്റ്റീവ് സെക്രീഷൻ നടത്തിയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആൻഡ് ബൈ അബ്സോർപ്ഷൻ ഓഫ് HCO3 ഫ്രം ഇറ്റ്. നെക്സ്റ്റ് ഹെൻലീസ് ലൂപ്പാണ് പറയുന്നത്. ഹെൻലീസ് ലൂപ്പിൽ പറയുന്നത് റീഅബ്സോർപ്ഷൻ ഈസ് മിനിമം ഇൻ ഇറ്റ്സ് അസെൻഡിങ് ലിംബ്. ഇതിൻ്റെ അസെൻഡിങ് ലിംബിലാണെങ്കിൽ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. ദ ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ആണെങ്കിൽ, ലൂപ്പ് ഓഫ് ഹെൻലി ആണെങ്കിൽ ഈസ് പെർമിയബിൾ ടു വാട്ടർ ബട്ട് ഓൾമോസ്റ്റ് ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്. ഇതിൻ്റെ ഡിസെൻഡിങ് ലിംബ് എന്ന് പറയുന്നത് പെർമിയബിൾ, വാട്ടറിനോട് അത് പെർമിയബിൾ ആയിരിക്കും, പക്ഷേ ഇലക്ട്രോലൈറ്റിൽ അത് ഇംപെർമിയബിൾ ആയിരിക്കും. ദിസ് കോൺസെൻട്രേറ്റ് ദ ഫിൽട്രേറ്റ് ആസ് ഇറ്റ് മൂവ്സ് ഡൗൺ. The ascending limb is impermeable to water but allows transport of electrolyte actively or passively. നെക്സ്റ്റ് വരുന്ന ട്യൂബ്യൂൾ ഏതായിരുന്നു? DCT ആണ്. അപ്പോൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ടേക്ക് പ്ലേസ് ഇൻ ദ സെഗ്മെൻറ്റ്. ഈ ഒരു സെഗ്മെൻറ്റിൽ നടക്കുന്നത് ഈ ഒരു സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ ആണ്. DCT ഈസ് ഓൾസോ capable ഓഫ് റീഅബ്സോർപ്ഷൻ ഓഫ് HCO3 ആൻഡ് സെലക്റ്റീവ് സെക്രീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് പൊട്ടാസ്യം അയോൺസ് ആൻഡ് അമോണിയ ടു മെയിൻറ്റെയിൻ pH ആൻഡ് സോഡിയം പൊട്ടാസ്യം ബാലൻസ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു DCT എന്ന് പറയുമ്പോൾ അതിന് ഈ ഒരു HCO3യുടെ റീഅബ്സോർപ്ഷനും ഇത് കപ്പാബിളാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ, അതുപോലെ പൊട്ടാസ്യം അയോൺസ്, അമോണിയ, ഇതിൻ്റെ സെലക്റ്റീവ് സെക്രീഷൻ നടത്തിയിട്ട് ഇതിലത്തെ pHഉം അതുപോലെ തന്നെ ബ്ലഡിലുള്ള pHഉം അതുപോലെ സോഡിയം പൊട്ടാസ്യം ബാലൻസിനെയും ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. Large amount of water could be reabsorbed from this region to produce a concentrated urine. അപ്പോൾ ഈ ഒരു റീജിയണിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറിനെ ഇത് റീഅബ്സോർബ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺസെൻട്രേറ്റഡ് യൂറിൻ്റെ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നത്. ദിസ് സെഗ്മെൻറ്റ് അലോസ് the passage of small amount of urea into the medullary interstitium to കീപ്പ് അപ്പ് ദ ഓസ്മോളാരിറ്റി. അപ്പോൾ ഓസ്മോളാരിറ്റീനെ കീപ്പ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെഡുലറി ഇൻഡസ്ട്രീഷ്യസിലോട്ട് പാസ് ചെയ്ത് വിടുന്നുണ്ട്. It also plays a role in the maintenance of pH and ionic balance of blood by the selective secretion of H+ and K+ ions. നെക്സ്റ്റ് വരുന്നത് മെക്കാനിസം ഓഫ് കോൺസെൻട്രേറ്റ് ഓഫ് ദ ഫിൽട്രേറ്റ്. The counter current mechanism helps to maintain a concentration gradient in the medullary interstitium. അതായത് ഈ ഒരു മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഈ ഒരു കൗണ്ടർ കറൻറ്റ് മെക്കാനിസം സഹായിക്കുന്നുണ്ട്. ദ കൗണ്ടർ കറൻറ്റ് മെക്കാനിസം ഒക്കേഴ്സ് ഇൻ ലൂപ്പ് ഓഫ് ഹെൻലി ആൻഡ് വാസ റെക്ട ഓഫ് ജസ്റ്റാമെഡുലറി നെഫ്രോൺ ഇൻ മെഡുല റീജിയൻ ഓഫ് കിഡ്നി. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ജസ്റ്റാമെഡുലറി നെഫ്രോണിൻ്റെ വാസാറെക്റ്റയിലും അതുപോലെ തന്നെ ലൂപ്പ് ഓഫ് ഹെൻലിയിലുമാണ് ഈ ഒരു നടക്കുന്നത്, ഈ ഒരു കൗണ്ടർ കറൻറ്റ് മെക്കാനിസം നടക്കുന്നത്. പ്രസൻസ് ഓഫ് സച്ച് ഇൻഡസ്ട്രീഷ്യൽ ഗ്രേഡിയൻറ്റ് ഹെൽപ്പ് ഇൻ an easy passage of water from the collecting tubule thereby concentrating the filtrate. അതായത് യൂറിൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ കിഡ്നി ക്യാൻ പ്രൊഡ്യൂസ് യൂറിൻ നിയർലി 4 times concentrated than the initial filtrate formed. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ കിഡ്നീസിന് എന്ത് ചെയ്യാനായിട്ട് വരുന്നുണ്ട്, 4 times കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇനീഷ്യൽ ഫിൽട്രേറ്റിനേക്കാളും 4 times കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ഹ്യൂമൻ കിഡ്നീസിന്. നെക്സ്റ്റ് വരുന്നത് ഹോർമോണൽ റെഗുലേഷൻസ് ഓഫ് കിഡ്നി ഫങ്ഷൻ. The functioning of the kidney is efficiently monitored and regulated by hormonal feedback mechanism involving the hypothalamus. എന്താ പറയുന്നത്, ഈ ഒരു കിഡ്നിയുടെ ഫങ്ഷനിങ് നമുക്ക് എഫക്റ്റീവ്ലി മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസം വഴിയാണ്. ഓസ്മോ റിസെപ്റ്റേഴ്സ് ഇൻ ദ ബോഡി ആർ ആക്ടിവേറ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദ ബ്ലഡ് വോളിയം, ബോഡി ഫ്ലൂയിഡ് വോളിയം ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ. ബ്ലഡ് വോളിയം
ബോഡി ഫ്ലൂയിഡ് വോളിയം ആൻഡ് അയോണിക് കോൺസെൻട്രേഷൻ. ഇതിലുള്ള ചേഞ്ചസ് ആണ് ഈ ഒരു ഓസ്മോ റിസെപ്റ്റേഴ്സിനെ, നമ്മുടെ ബോഡിയിലുള്ള ഓസ്മോ റിസെപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. റിസെപ്റ്റേഴ്സ് വിച്ച് സ്റ്റിമുലേറ്റ് ദ ഹൈപ്പോതലാമസ് ടു റിലീസ് ആൻറ്റി-ഡയൂററ്റിക് ഹോർമോൺ ഓർ വാസോപ്രസിൻ ഫ്രം ദ ന്യൂറോ ഹൈപ്പോഫൈസിസ്. അതായത് റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതായത് ഹൈപ്പോതലാമസിന് ADHനെയും അതുപോലെ തന്നെ വാസോപ്രസിനെയും റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൈപ്പോതലാമസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ADH സ്റ്റിമുലേറ്റ് അല്ലെങ്കിൽ ADH ഫാസിലിറ്റേറ്റ് വാട്ടർ റീ അബ്സോർപ്ഷൻ ഫ്രം ലേറ്റർ പാർട്സ് ഓഫ് ട്യൂബ്യൂൾസ്. അപ്പോൾ എന്താണ്, ഈ ട്യൂബ്യൂൾസിൻ്റെ ലേറ്റർ പാർട്സിൽ നിന്നും ഈ വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ADH ആണ്. ADH ക്യാൻ ഓൾസോ അഫക്ട് ദ കിഡ്നി ഫങ്ഷൻ ബൈ ഇറ്റ്സ് കൺസ്ട്രിക്ടറി എഫക്റ്റ് ഓൺ ബ്ലഡ് വെസൽസ്. ഈ ബ്ലഡ് വെസൽസിൽ ഇവ നടത്തുന്ന ഈ ഒരു കൺസ്ട്രിക്ടറി എഫക്റ്റ് മൂലം നമുക്ക് ഈ ഒരു കിഡ്നി ഫങ്ഷനെ ADH എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ JGA plays a complex regulatory role. It is a combination of specialized tubular and vascular cells located at the pole where afferent and efferent arteriole enters and leave the glomerulus. അതായത് ഇതൊരു കോമ്പിനേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ട്യൂബുലർ ആൻഡ് വാസ്കുലർ സെല്ലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോൾ എന്ന് പറയുന്നത് ഈ ഒരു അഫറൻറ്റ് ആൻഡ് എഫറൻറ്റ് ആർട്ടീരിയോള് എൻ്റർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ എന്താ പറയുക ഗ്ലോമർലെസിൽ നിന്ന് ലീവ് ചെയ്യുന്ന ആ ഒരു പോളിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഹാസ് JG സെൽസ്. ഇതിന് JG സെൽസ് ഉണ്ടായിരിക്കും. JG സെൽസ് ടു റിലീസ് റെനിൻ വിച്ച് കൺവേർട്ട് ആൻജിയോടെൻസിനോജൻ ഇൻ ബ്ലഡ് ടു ആൻജിയോടെൻസിൻ 1 ആൻഡ് ഫർദർ ടു ആൻജിയോടെൻസിൻ 2. അതായത് ഈ JG സെൽ എന്ന് പറയുന്നത് ഈ ബ്ലഡിലോട്ട് റെനിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ റെനിനാണ് ആൻജിയോടെൻസിനോജിനെ എന്ത് ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്തിട്ട് ആൻജിയോടെൻസിൻ 1 ആൻഡ് ആൻജിയോടെൻസിൻ 2 ഉണ്ടാക്കുന്നത്. ആൻജിയോടെൻസിൻ 2 ബീയിങ് എ പവർഫുൾ വാസോ കൺസ്ട്രിക്ടർ ഇൻക്രീസ് ദ ഗ്ലോമറുലർ ബ്ലഡ് പ്രഷർ ആൻഡ് ദെർബൈ GFR. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, ഈ ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത് അതൊരു പവർഫുൾ ആയിട്ടുള്ള വാസ്കോ കൺസ്ട്രിക്ടർ ആണ്. അത് ഈ ഗ്ലോമറുലർ ബ്ലഡ് പ്രഷറിനെ ഇൻക്രീസ് ചെയ്യുന്നു. അതുമൂലം GFR കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻജിയോടെൻസിൻ 2 ഓൾസോ ആക്ടിവേറ്റ് ദ അഡ്രീനൽ കോർട്ടെക്സ് ടു റിലീസ് ആൽഡോസ്റ്റിറോൺ. അപ്പോൾ എന്താണ്, ആൽഡോസ്റ്റിറോൺസിനെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അഡ്രീനൽ കോർട്ടെക്സിനെ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. Aldosterone causes reabsorption of Na positive and water ഫ്രം ദ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ ട്യൂബ്യൂൾ. ഈ ട്യൂബ്യൂളിൻ്റെ ഡിസ്റ്റൽ പാർട്ടിൽ നിന്നും വാട്ടറിൻ്റെയും അതുപോലെ തന്നെ സോഡിയത്തിൻ്റെയും റീഅബ്സോർപ്ഷന് ഇത് കോസ് ചെയ്യുന്നുണ്ട്, ഈ ആൾഡോസ്റ്റിറോൺ കോസ് ചെയ്യുന്നുണ്ട്, കാരണമാവുന്നുണ്ട്. Then this complex mechanism is generally known as the renin angiotensin mechanism. ഈ ഒരു കോംപ്ലക്സ് മെക്കാനിസം ജനറലി ഇത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം എന്നും അറിയപ്പെടുന്നുണ്ട്. An increase in blood flow to the atria of the heart can cause the release of arterial natriuretic factor. ANF can cause vasodilation, അതായത് ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ദെർബൈ ഡിക്രീസ് ദ ബ്ലഡ് പ്രഷർ. അപ്പോൾ എന്താണ്, ANF വാസോഡൈലേഷന് കാരണമാവുന്നുണ്ട്, അങ്ങനെ ഈ ഒരു ബ്ലഡ് പ്രഷർ ഡിക്രീസ് ആവുന്നുണ്ട്. ANF മെക്കാനിസം ദെർഫോർ ആക്ട് ആസ് എ ചെക്ക് ഓൺ ദ റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. The process of release of urine is called micturition. അപ്പോൾ യൂറിൻ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് മിക്ടൂറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ന്യൂറൽ മെക്കാനിസം കോസിങ് ഇറ്റ് ഈസ് കോൾഡ് മിക്ടൂറേഷൻ റിഫ്ലക്സ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ന്യൂറൽ മെക്കാനിസത്തിന് എന്ത് പറയുന്നു, മിക്ടൂറേഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നു. ഒരു അഡൾട്ട് ഹ്യൂമൺ ആണെങ്കിൽ അഡൾട്ട് ഹ്യൂമൺ എക്സ്ക്രീറ്റ് ഓൺ ആൻ ആവറേജ് 1 to 1.0 liters ഓഫ് യൂറിൻ പെർ ഡേ. ഒരു ദിവസം ഒരു 1 മുതൽ 1.5 ലിറ്റർ ഓഫ് യൂറിനാണ് ഒരു അഡൾട്ട് ഹ്യൂമൺ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഓൺ ആൻ ആവറേജ് 35 to 30 gram ഓഫ് യൂറിയ ഈസ് എക്സ്ക്രീറ്റഡ് ഔട്ട് പെർ ഡേ. അപ്പോൾ പെർ ഡേ എക്സ്ക്രീറ്റഡ് ആവുന്ന യൂറിയയുടെ അളവെന്ന് പറയുന്നത് 20 to 30 gram ആണ്. യൂറിൻ ഈസ് എ ലൈറ്റ് യെല്ലോ കളേർഡ് വാട്ടറി ഫ്ലൂയിഡ് which is slightly acidic.
അതായത് യൂറിൻ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് യെല്ലോ കളേർഡ് ആയിട്ടുള്ള വാട്ടറി ഫ്ലൂയിഡാണ്. അതിൻ്റെ ഒരു ഒരു സ്ലൈറ്റ്ലി അസിഡിക് ആയിരിക്കും അത്. അതിൻ്റെ pH എന്ന് പറയുന്നത് 6.0 ആയിരിക്കും. റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷനിൽ മറ്റു ഓർഗൻസിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. Other than the kidney, lungs, liver and skin also help in the elimination of excretory waste. അപ്പോൾ എക്സ്ക്രീറ്ററി വേസ്റ്റിൻ്റെ റിമൂവലിന് അല്ലെങ്കിൽ എലിമിനേഷന് കിഡ്നി അല്ലാതെ നമ്മുടെ ലങ്സ്, ലിവർ, സ്കിന്ന് ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. അവർ ലങ്സ് റിമൂവ് ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്, അപ്രോക്സിമേറ്റ്ലി ഒരു 200 ml/minute. അപ്പോൾ ഈ ഒരു ലാർജ് എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ എവറി ഡേ. അതുകൂടാതെ എവറി ഡേ ഒരു സിഗ്നിഫിക്കൻറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടറും അത് എന്ത് ചെയ്യുന്നുണ്ട്, റിമൂവ് ചെയ്യുന്നുണ്ട്. ലിവർ ആണെങ്കിൽ നമുക്കറിയാം ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ അവർ ബോഡിയാണ് ലിവർ എന്ന് പറയുന്നത്. അത് ബൈൽ കണ്ടെയ്നിങ് സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ബിലിറൂബിൻ, ബിലിവേർഡിൻ ആൻഡ് കൊളസ്ട്രോൾ, ഡീഗ്രേഡഡ് സ്റ്റീറോയിഡ് ഹോർമോൺസ്, അതുപോലെ വൈറ്റമിൻസ് ആൻഡ് ഡ്രഗ്സ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്വെറ്റ് പ്രൊഡ്യൂസിങ് ബൈ ദ സ്വെറ്റ് ഗ്ലാൻഡ് ഈസ് എ വാട്ടറി ഫ്ലൂയിഡ് കണ്ടെയ്നിങ് NaCl, സ്മോൾ എമൗണ്ട് ഓഫ് യൂറിയ, ലാക്റ്റിക് ആസിഡ് എക്സെട്ര. സെബേഷ്യസ് ഗ്ലാൻഡ് എലിമിനേറ്റ് സർട്ടൈൻ സബ്സ്റ്റൻസസ് ലൈക്ക് സ്റ്റീറോൾ, ഹൈഡ്രോകാർബൺസ് ആൻഡ് വാക്സസ് ത്രൂ സെബം. അപ്പോൾ സെബത്തിലൂടെ വാക്സസ്, അതുപോലെ തന്നെ ഹൈഡ്രോ കാർബൺസ്, സ്റ്റീറോള് ഇതിനൊക്കെ ഈ ഒരു സെബേഷ്യസ് ഗ്ലാൻഡ്സ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഡിസോർഡേഴ്സ് ഓഫ് ദ എക്സ്ക്രീറ്ററി സിസ്റ്റം. മാൽഫങ്ഷനിങ് ഓഫ് കിഡ്നീസ് ക്യാൻ ലീഡ് ടു ദ അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ്. നമ്മുടെ കിഡ്നി എന്ത് ചെയ്യുന്നു, ഫങ്ഷനിങ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ യൂറിയയുടെ അക്യുമുലേഷൻ നമ്മുടെ ബ്ലഡിൽ നടക്കുന്നുണ്ട്. ആ ഒരു കണ്ടീഷനെയാണ് യൂറീമിയ എന്ന് വിളിക്കുന്നത്. മേ ലീഡ് ടു കിഡ്നി ഫെയിലിയർ. അതെന്ത് ചെയ്യുന്നുണ്ട്, കിഡ്നി ഫെയിലിയറിന് കാരണമാവുന്നുണ്ട്. യൂറിയ ക്യാൻ ബി റിമൂവ്ഡ് ബൈ എ പ്രോസസ് ഈസ് കോൾഡ് ഹീമോഡയാലിസിസ്. During the process of hemodialysis, the blood drained from a convenient artery is pumped into dialyzing unit called artificial kidney. ആൻറ്റികൊയാഗുലൻ്റ്, ഈ ഒരു ഹീമോഡയാലിസിസിൽ യൂസ് ചെയ്യുന്ന ആൻറ്റികൊയാഗുലൻ്റ് ആണ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് ദ അൾട്ടിമേറ്റ് മെത്തേഡ് ഇൻ ദ കറക്ഷൻ ഓഫ് അക്യൂട്ട് റീനൽ ഫെയിലിയേഴ്സ്. അപ്പോൾ റീനൽ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുക എന്നുള്ളതാണ് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ്. ഈ ഒരു ഫെയിലിയറിനെ കറക്റ്റ് ചെയ്യുന്നതിനുള്ളൊരു അൾട്ടിമേറ്റ് മെത്തേഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ്. ദെൻ റീനൽ കാൽക്യുലൈ. അപ്പോൾ റീനൽ കാൽക്യുലൈ എന്ന് പറയുമ്പോൾ മൂത്രത്തിൽ കല്ല്, കിഡ്നിയിൽ കല്ല് എന്നൊക്കെ പറയും, കിഡ്നി സ്റ്റോൺ. അപ്പോൾ സ്റ്റോൺ ഓർ ഇൻസോലുബിൾ മാസ് ഓഫ് ക്രിസ്റ്റലൈസ്ഡ് സാൾട്ട് അല്ലെങ്കിൽ ഓക്സാലൈറ്റ്സ് എക്സെട്ര ഇതൊക്കെ നമ്മുടെ കിഡ്നിയിൽ ഫോം ചെയ്യുന്നു. ദെൻ ഗ്ലോമറുലോ നെഫ്രൈറ്റീസ്. ഗ്ലോമറുലോ നെഫ്രൈറ്റീസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി, അതാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റീസ് എന്ന് പറയുന്നത്.